പലർക്കും ഒരു വാഹനം മുൻപോട്ട് എടുക്കാനും റോഡൊക്കെ ഓടിക്കും, പക്ഷെ റിവേഴ്സ് പാർക്ക് ചെയ്യാനൊന്നും അറിയത്തില്ല. ഞാനിന്ന് കൃത്യമായിട്ട് ജഡ്ജ്മെന്റ് ആളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് ആൾ വരികയാണ്. അപ്പൊ ഇതാണ് നമുക്ക് വേറൊരു വണ്ടി. ഇപ്പൊ ഇതിനകത്ത് വേണം പാർക്ക് ചെയ്യാൻ. അതുകൊണ്ട് അവിടെ ഇങ്ങനെ സാറ് പിടിച്ചോണ്ടിരിക്കുന്ന കമ്പി, അതിന്റെ ഇടയിലാണ് വണ്ടി പാർക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എവിടെ വരുമ്പോൾ നിർത്തണം, ഈ വണ്ടിയിലും തട്ടാതെ ഈ വണ്ടിയുടെ പള്ളക്ക് തട്ട് കൃത്യമായിട്ട് ഞാൻ ആളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ആൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ റിവേഴ്സ് പാർക്ക് ചെയ്യാൻ നേരം, അതുപോലെ തന്നെ എങ്ങോട്ട് സ്റ്റിയറിംഗ് തിരിക്കണം, എത്ര തിരിക്കണം, എന്തെല്ലാമാണ് ചെയ്യേണ്ടത്, എവിടെയാണ് നോക്കേണ്ടത്, എന്താണ് ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ട് അറിയത്തില്ല. അങ്ങനെയുള്ള ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൽ ഏത് ജില്ലയിലായിരുന്നു നിങ്ങളുടെ സ്വന്തം വണ്ടി പ്രാക്ടീസ് നടത്തുന്നത്. ഇന്ന് ക്ലാസ് നടക്കുന്നത് ഈ സ്ഥലത്തിന്റെ പേര് കോട്ടക്കൽ, മലപ്പുറം ജില്ല കോട്ടക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിങ്ങൾക്കും ഇതുപോലെ വാഹനം ഓടിക്കണം എന്ന് അറിയാൻ ആഗ്രഹമാണ്, പക്ഷേ ഇതുപോലെ പാർക്ക് ചെയ്യാനും അതുപോലെ തന്നെ റിവേഴ്സ് എടുക്കാനും ഒക്കെ കറക്റ്റായിട്ട് അറിയത്തില്ല, പേടിയാണ്. അങ്ങനെയുള്ള എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം ഭാഗത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. ഒരു പാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗം കറക്റ്റ് ഗ്യാപ്പ് ആയിരിക്കണം, ഈ ഒരു ഭാഗം ഗ്യാപ്പ് ആയിരിക്കണം. വീട്ടിൽ നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ ഒരു സൈഡ് ചേർത്തിട്ടാൽ മതി. പക്ഷെ പാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഡോറും തുറക്കണം, അവിടെ കയറാനുള്ള ഡ്രൈവറിന് കയറാനുള്ള ഗ്യാപ്പ് ഇടണം. നമുക്ക് രണ്ട് ഗ്യാപ്പും ഒരേ സ്പേസിലാക്കി വേണം നമ്മൾ റിവേഴ്സ് പാർക്ക് ചെയ്യാൻ. അവിടെ കൃത്യമായിട്ട് രണ്ട് ഗ്യാപ്പും ഒരേപോലെ ആക്കി കൃത്യമായിട്ട് നാളെ ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്ലാസ് വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് എന്ന് വെച്ചാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. പലരും നമ്മളെ മടിപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് പ്രാക്ടീസ് പോയതല്ലേ, പ്രായം കൊണ്ടാ നിർത്തിക്കും. നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ അറിയാം, 75 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നു. പിന്നെ നമ്മൾ ലൈസൻസും കൈവച്ച് വാഹനം ഇല്ലാണ്ട് ഞാൻ പഠിച്ചു കാണുമ്പോൾ എന്തുകൊണ്ട് നോക്കിയിരിക്കുന്നു? നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല ഏതാണെന്ന് കരുതണ്ട, നിങ്ങളുടെ സ്വന്തമായിട്ട് പ്രാക്ടീസ് നടത്തുന്നത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ